ആഹാ, രണ്ടെണ്ണം രാവിലെ തന്നെ എത്തിയല്ലോ. അപ്പു അവിടെ? അവന്റെ വീട്ടിൽ വിരുന്നുകാരി വന്നിട്ടുണ്ട്. അവൻ അവിടെയാണ്. ചേച്ചി, ഇത്തവണ പഞ്ചായത്തിലെ ഏറ്റവും നല്ല പൂക്കളം ഇടുന്ന വീടിന് 5000 രൂപ സമ്മാനമുണ്ട്. ചേച്ചിയുടെ പൂക്കളം നാട് മുഴുവൻ ഫേമസ് അല്ലേ? ഇത്തവണ നമുക്ക് തന്നെ ഫസ്റ്റ് അടിക്കണം. ഓ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതെന്താ? പൂ കൊണ്ടുവരാൻ ആളില്ലാത്തോണ്ടാണോ? അത് ഓർത്ത് ചേച്ചി മേടിക്കണ്ട. എത്ര പൂ വേണമെങ്കിലും ഞങ്ങൾ പറിച്ചോണ്ടുവരാം. ഏയ്, അതൊന്നുമല്ല. പിന്നെന്താ? പണ്ടത്തെ പോലെ അതൊക്കെ ചെയ്യാൻ മനസ്സ് വരുന്നില്ല. ചേച്ചിക്ക് എന്താ ഇപ്പൊ ഒരു വിഷമം? കല്യാണമൊക്കെ ശരിയായി, ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കേണ്ട സമയമല്ലേ? ശരിയാ, ഈ വീട്ടില് ഞാനടക്കം എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നത് എന്റെ കല്യാണം നടക്കാൻ പോകുന്നുണ്ടാ. പക്ഷേ ഇതിനെല്ലാം ശരിക്കും കാരണക്കാരി ആരാ? പാറു അല്ലേ? അവള് സിറ്റിയിൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നോണ്ടല്ലേ ഇതൊക്കെ സാധിച്ചത്. ഓണമായിട്ട് പോലും അവക്ക് ഞങ്ങളുടെ കൂടെ കഴിയാൻ പറ്റുന്നില്ല. അവൾക്ക് അതിൽ എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അവൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഞാൻ എങ്ങനെ ഓണം ആഘോഷിക്ക? അമ്മ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ എന്റെ എല്ലാ ഓണവും മിക്കവാറും പ്രദീപേട്ടന്റെ വീട്ടിലാവൂന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പാറുവിന്റെ കൂടെ ആഘോഷിക്കാൻ പറ്റുന്ന അവസാന ഓണമായിരിക്കും ഇത്. കല്യാണത്തിന് മുമ്പ് എന്റെ സഹോദരിയുടെ കൂടെ ഓണം ആഘോഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹിച്ചൂടെ? അതിപ്പോ വേണമെങ്കിലും നടക്കാലോ. ചേച്ചി പാറുവിനെ വിളിക്ക്. എന്തായാലും ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ. തറപ്പിച്ച് പറ. അവള് വരാതിരിക്കില്ല. ഞാൻ ഫോൺ എടുത്തോണ്ട് വരാം. ചേച്ചി വിഷമിക്കണ്ട, പാറു എന്തായാലും വരും. എന്താ ചേച്ചി? ചേച്ചി, നീ എവിടെയാ മോളെ? ഞാൻ ഹോസ്റ്റലിലാ. ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി ചേച്ചി? അതൊക്കെ നടക്കുന്നു. എന്താ ചേച്ചി ഒരു സന്തോഷമില്ലാത്ത പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാവരും ഓണം ആഘോഷിക്കുന്നത് കുടുംബത്തിന്റെ കൂടെയല്ലേ. നീ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെയാ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുക? ഈ ഓണം കഴിഞ്ഞാ ഞാൻ വേറൊരു വീട്ടിലേക്ക് പോവും. നീ നാട്ടിലേക്ക് വാ, നമുക്ക് ഒരുമിച്ച് ഓണം ആഘോഷിക്കാം. കുറെ നാൾ അടുപ്പിച്ച് ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാ എന്റെ മനസ്സിലെ സത്യങ്ങളെല്ലാം ഞാൻ അറിയാതെ പറഞ്ഞു പോവും. അത് വേണ്ട. ചേച്ചിയുടെ കല്യാണം ഒരു തടസ്സമില്ലാതെ നടക്കണം. നീ എന്താ ഒന്നും പറയാത്തെ? ഞാൻ അല്ലെങ്കിലേ കുറെ ലീവ് എടുത്തിട്ടുണ്ട്. ഇനി കല്യാണത്തിന് വീണ്ടും ലീവ് എടുക്കേണ്ടി വരും. അതിനു മുൻപ് ഞാൻ ലീവ് ചോദിച്ചാ ആകെ പ്രശ്നമാവും. കൈലാഷ് സാറിനോട് ചോദിച്ചാ നിനക്ക് അദ്ദേഹം ലീവ് തരില്ലേ? തരുമായിരിക്കും. പക്ഷെ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് കരുണാകരൻ സാറിന്റെയും സീതാ മാഡത്തിന്റെയും ഒക്കെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. എനിക്ക് അദ്ദേഹം ഒരു പ്രത്യേക പരിഗണന തരുന്നുണ്ടെന്ന് ആരെക്കൊണ്ടും പറയിപ്പിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ചേച്ചി വിഷമിക്കണ്ട. കല്യാണത്തിന് കുറെ ദിവസം മുമ്പ് വന്നിട്ട് ഞാൻ ചേച്ചിയുടെ എല്ലാ പരിഭവങ്ങളും തീർക്കുന്നുണ്ട്. ഇപ്പോ എല്ലാവരുടെയും കൂടെ ഹാപ്പി ആയിട്ട് ചേച്ചി ഓണം ആഘോഷിക്കേ. എനിക്ക് കമ്പനിയിലേക്ക് പോകാൻ സമയമായി. ഞാൻ പിന്നെ വിളിക്കാം. മോളെ, അവള് വരില്ലെന്ന് പറഞ്ഞോ? ചേച്ചിക്ക് കൈലാസ് സാറിനെ നേരിട്ട് വിളിച്ച് അവൾക്ക് ലീവ് കൊടുക്കാൻ പറഞ്ഞൂടെ? അതൊന്നും വേണ്ട. പാറുവിന് അതുകൊണ്ട് കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? എന്റെ ഈ ആഗ്രഹം നടക്കില്ലെന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നതാ നല്ലത്. അങ്ങനെ തോൽവി സമ്മതിച്ചാൽ ശരിയാവില്ലല്ലോ. ചേച്ചിക്ക് പാറുന്റെ കൂടെ ഓണം ആഘോഷിക്കണമെങ്കിൽ അതിന് വഴിയുണ്ടാക്കാം. എന്ത് വഴി? അതൊക്കെ ഉണ്ട്.